ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ ഈ സൗണ്ട് ശരിയാവാൻ എന്തെങ്കിലും ടിപ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. കാരണം എനിക്കിത് തീരെ ശരിയാവുന്നില്ല. ആ പോയ സൗണ്ട് ലൈക്ക് എൻ്റെ പഴയ സൗണ്ടിലേക്ക് തിരിച്ചു വരാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. സംബഡി പ്ലീസ് ഹെൽപ്പ് മീ. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും മറ്റേ നമ്മളിപ്പം ബിഗ് ബോസ് സീസൺ 5 or 6 സംതിങ് അപ്പം അതിനകത്തുള്ള നൂറ മുസ്കാൻ എന്ന് പറഞ്ഞ അതിനകത്തുള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ അപ്പോൾ ആളുടെ ഡിവോഴ്സ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിനകത്തൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഞാൻ ഇത്ര ഏജിൽ കല്യാണം കഴിഞ്ഞതാണ്, ദെൻ വി ഗോട്ട് ഡിവോഴ്സ്ഡ്. അപ്പം അവർ ഫസ്റ്റ് ഡിവോഴ്സ് തരാൻ തയ്യാറായിരുന്നില്ല. ആൻഡ് മീ ആൻഡ് മൈ ഫാമിലി ഇപ്പോഴും സഫർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു കാര്യം, അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബിഗ് ബോസ് കാണാറില്ല. കുറേ പേര് എനിക്ക് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ബിഗ് ബോസിലുള്ള ഇത് റിയാക്ട് ചെയ്യുന്നില്ല അങ്ങനെ ഇങ്ങനെ. ഞാൻ കാണാറില്ല ആക്ച്വലി. നിങ്ങൾ ഈ അയച്ചു തരുന്ന കുറച്ച് ക്ലിപ്സ് മാത്രമാണ്, നിങ്ങളിപ്പം റീല് കാര്യങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നത് മാത്രമാണ് ഞാൻ കാണാറുള്ളത്. അല്ലാണ്ട് ഞാൻ ബിഗ് ബോസ് കുത്തിയിരുന്ന് കാണുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ കുറേ പേര് ജാസ്മിൻ്റെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ ആൻഡ് ദറ്റ് അപ്പം അവിടെയുള്ള എന്തായിരുന്നു അപ്പം ജാസ്മിൻ്റെ കൂടെയുള്ള ഫ്രണ്ട് അതെന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളത്. എനിക്ക് ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. കാരണം ആള് പുറത്തുള്ള ഇന്റർവ്യൂസിലാവട്ടെ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഉണ്ടായിരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ക്യാരക്ടറോ അല്ല അതിനകത്ത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഐ അഗ്രി. ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് വലിയ ധാരണകളില്ല. ഞാൻ എന്തോ ഒരു നോട്ടിഫിക്കേഷൻ കേസുകാരനെ കണ്ടിട്ടുണ്ടായിരുന്നു, അത് ഞാനൊന്ന് കാണട്ടെ ഇരുന്നിട്ട് എന്താണെന്നുള്ളത്. ഓക്കെ, ബാക്ക് ടു ദ ടോപ്പിക്. നൂറേൻ്റെ എക്സ് ഹസ്ബൻഡ് ST എന്ന് പറയുന്ന ഒരു ബ്രോ വന്നിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇഷ്യൂന് ശേഷം. ടു ബി വെരി 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 ഓണസ്റ്റ്, എനിക്ക് ഈ നൂറേൻ്റെ ഹസ്ബൻഡ് ഇന്ന ആളാണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഇതുവരെയും അറിയില്ലായിരുന്നു. ആ ചേട്ടൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഓക്കെ ഇതാണ് നൂറേൻ്റെ എക്സ് ഹസ്ബൻഡ് എന്ന് മനസ്സിലാവുന്നത്. എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഐ ഗെസ് 2 years അങ്ങനെ ആയും തോന്നുന്നു ഡിവോഴ്സ് ആയിട്ട്. 2022 അങ്ങനെ കഥയാന്ന് തോന്നുന്നു പറഞ്ഞത്. ഐ എം സോ സോറി, എനിക്ക് അത്ര ക്ലാരിറ്റി അതിലില്ല. ഓക്കെ, ബാക്ക് ടു ദ പോയിന്റ്. ഐ എം സോറി. അപ്പം അവർ ഈ പറയുന്ന നൂറേൻ്റെ എക്സ് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിയാണ്, ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ കുറച്ച് ലേറ്റായി. വൈ? ബിക്കോസ് നൂറ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു എഗെയിൻസ്റ്റ് മൈ പാരൻസ്. ഐ മീൻ ഈ എക്സ് ഹസ്ബൻഡിൻ്റെ പാരൻസിൻ്റെ പേരിലൊരു എന്താ പറയുക കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗാർഹിക പീഡനം എന്നാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് കൊടുക്കാണ്ടിരുന്നത്. ആൻഡ് നമ്മൾ ഈ ഡിവോഴ്സിലേക്ക് എത്താനുള്ള റീസൺ ഈ സോഷ്യൽ മീഡിയയാണ്, അല്ലെങ്കിൽ ആൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇവർ ഈ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ടാങ്കോ ആണ്. ടാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ അങ്ങനെ ടാങ്കോ എന്ന് കേൾക്കും പരിധി പിടിച്ച് പോകുന്നു വേണ്ട. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ബാൻ ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബാൻ ചെയ്തിട്ടില്ലെങ്കിൽ പോകുന്നവർക്ക് പോവാം, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ വിഷയം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ്. ഞാനൊരു 2 months അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം കുറേ ഇൻഫ്ലുവൻസേഴ്സ് വർക്ക് ചെയ്തു. ഞാൻ എന്താ പറയുക, എന്നെ അവർ പറ്റിച്ചു ഗൈസ്. എന്നെ ബാക്കിയുള്ളവരെല്ലാവരും പറ്റിക്കുന്ന പോലെ തന്നെ ടാങ്കോൻ്റെ ഏജൻസിയും പറ്റിച്ചു. ഞാൻ 2 months ആണ് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് പെർ ഡേ 1 hour ലൈവ് ഇരിക്കണം. അപ്പം ഒരു മാസം 30 മണിക്കൂർ ലൈവ് ഇരിക്കണം. 2 പോസ്റ്റ്, 7 സ്റ്റോറി, ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എനിക്ക് അവർ ആ സമയം അന്തക്കാലത്ത് അവർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്ന മണി എന്ന് പറയുന്നത് 80K ആണ്. 80,000 rupees-ആണ്. 92 അങ്ങനെ എന്തോ ആണ്. 10% നമ്മൾ ഏജൻസിക്ക് എല്ലാ മാസവും പോവും, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 1 രൂപ പോലും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ മതിയാക്കിയത്. അപ്പോൾ കുറേ ഇൻഫ്ലുവൻസേഴ്സ് അതിലുണ്ടായിരുന്നു. ഈ പറയുന്ന നൂറ ഉണ്ടായിരുന്നു, ജാസ്മിൻ ഉണ്ടായിരുന്നു, നീതു ഉണ്ടായിരുന്നു, അർച്ചന ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അതിനകത്ത്. ഞാൻ പിന്നെ ഈ ഞങ്ങളുടെ ഏജൻസി എനിക്ക് തോന്നുന്നു വേറെ ആയിരുന്നു തോന്നുന്നു. ഞാൻ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ സ്കിപ്പായി. ബിക്കോസ് എനിക്ക് പൈസേൻ്റെ ഇഷ്യൂ ആണ്, തരാത്തതുകൊണ്ടാണ്. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഇതിനകത്ത് ചെയ്യുന്നത് ഞാൻ പറയാം. ഈ ടാങ്കോ ആപ്പ് എന്താണെന്ന് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു. അതിലുണ്ടായ ഒരാളാണ്. 2 മാസത്തെ പരിചയം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ടാങ്കോ ആപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 3 കാറ്റഗറിയാണ് വരുന്നത്. ഒന്നാമത്തത് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്. നമ്മളിങ്ങനെ ഇരിക്കും. ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ കേൾക്കുന്നില്ല. അതാകുമ്പോൾ ലൈവ് ഇട്ടിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കേൾക്കും. അപ്പം അതിനകത്ത് പ്രൈവറ്റ് ഷോസ് കാര്യങ്ങൾ നടക്കാറുണ്ട്. അതിലേക്ക് ഞാൻ എത്താം. അപ്പം സെക്ഷൻ കഴിഞ്ഞിട്ട് ഞാനത് പറയാം.
അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ ഇതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. നമ്മളിങ്ങനെ ഇരിക്കും, ഹെല്ലോ ഹായ് എന്തൊക്കെയുണ്ട്, സുഖാണ്, ചെറു കഴിച്ചോ, ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കാം. ദെൻ സെക്കൻഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി വരുന്നത് കഴിവുള്ളവരാണ്. പാട്ട് പാടാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്കില്ലോ ഒക്കെയുള്ള ആൾക്കാരാണ് രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത്. അവർക്ക് അവരുടെ കഴിവുകൾ എക്സാജുറേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം. അപ്പം എനിക്ക് പാട്ട് പാടാൻ അറിയുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പാട്ട് പഠിപ്പിച്ചു തരും. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും പാട്ട് പാടാൻ, എൻ്റെ ലൈവ് കാണുന്ന ആർക്കെങ്കിലും പാട്ട് പാടാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെയും കൂടി അങ്ങനത്തെ ലൈക്ക് ആ ഒരു കാറ്റഗറി. തേർഡ് വൺ ആണ് ഈ ആപ്പിൽ വരുന്നത് ഈ പ്രൈവറ്റ് ഷോസ്. പ്രൈവറ്റ് ഷോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരാൾ സെമി ന്യൂഡായിട്ട് വരും, അല്ലെങ്കിൽ ഫുൾ നേക്കഡ് ആയിട്ട് ജസ്റ്റ് ഒരു ഷോള് മാത്രം അങ്ങനെ എന്തെങ്കിലും ഇട്ട് വരും. എന്നിട്ട് അവർ 999 ആണ് അതിൻ്റെ റീചാർജ് കാര്യങ്ങൾ വരിക. 999 നിങ്ങൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈം, ഒരു 9 മണിയാണ് ടൈം പറയുന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ ഇവർ വരും. അപ്പോൾ 9 മണിക്കായിരിക്കും ഷട്ടർ ഇടുക പ്രൈവറ്റ് ഷോൻ്റെ. അപ്പോൾ 999 റീചാർജ് ചെയ്ത് കൊടുത്ത ആൾക്ക് പ്രൈവറ്റ് ഷോ കാണാൻ വേണ്ടി ഫുള്ളി ന്യൂഡായിട്ടുള്ള ഷോസ് ആയിരിക്കും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്റർകോഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിനകത്ത്. അങ്ങനത്തെ ഒരു ഏരിയ ടാങ്കോലുണ്ട്. ടാങ്കോൽ മാത്രമല്ല, ഈ പറയുന്ന ലൈവ് ആപ്ലിക്കേഷനിലൊക്കെ അങ്ങനെ ഒരു സൈഡ് ഉണ്ട്. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, നമ്മുടെ മലയാളി ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പ്രൈവറ്റ് ഷോ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സെമി ന്യൂഡായിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ ഗ്യാരണ്ടി പറയാം. അങ്ങനെ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ക്ലിപ്പും കാര്യങ്ങളൊക്കെ പുറത്ത് വരേണ്ട സമയം അതിക്രമിച്ചു. ഓക്കെ, അതിൽ സ്ക്രീൻ റെക്കോർഡ് ഓപ്ഷൻ ഇല്ലാന്നേ ഉള്ളൂ. വേറെ ഫോണിലെടുക്കാം, ആ ആപ്ലിക്കേഷനിൽ എന്തോ വെച്ച് കയറി നമുക്ക് ഡൗൺലോഡ് അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് എപ്പോഴേ വരേണ്ട സമയം കഴിഞ്ഞു. സോ ഈ പറയുന്ന നൂറാൻ്റെ എക്സ് ഹസ്ബൻഡ് നിങ്ങൾ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയണമായിരുന്നു. ആ ആപ്ലിക്കേഷനിൽ ഈ കുട്ടി മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ബിക്കോസ് ആ കുട്ടി എനിക്ക് തോന്നുന്നു അജു പെട്രാക്സ് ഇട്ട വീഡിയോൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡുകൾ വെക്കുന്നുണ്ട്, ലൈവ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. സോ ബ്രോ നിങ്ങളത് അഡ്രസ്സ് ചെയ്യണമായിരുന്നു. ബിക്കോസ് നിങ്ങൾ അങ്ങനെ ഒരു സാധനം മാത്രം അവിടെ പറഞ്ഞു വെക്കുന്ന സമയത്ത് ആ കുട്ടീൻ്റെ ക്യാരക്ടറിനെയാണ് ബാധിക്കുന്നത്. ഏതൊരാളും വിചാരിക്കുന്നത് ഈ കുട്ടി ആ ഒരു ലൈവ് ആപ്പിൻ്റെ അത് അനാവശ്യമായിട്ട് അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി എന്നാണ്. നോ, ഞാനത് വളരെ ഉറപ്പോട് കൂടിയിട്ട് പറയാം. കാരണം എനിക്ക് തോന്നുന്നില്ല മലയാളി ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഒരാളും അതിനകത്ത് പ്രൈവറ്റ് ഷോ അല്ലാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇങ്ങനെ ലൈക്ക് ഭയങ്കരമായിട്ട് കൊഞ്ചി കുഴഞ്ഞ് ഒക്കെയുള്ള ടീംസിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വട്ട് എവർ. അപ്പം ഇവർക്ക് ഈ നോർമൽ, അപ്പം നിങ്ങൾ ചോദിക്കും ഈ നോർമൽ ലൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ എങ്ങനെയാണ് ഇത്രയും ഏർണിങ്സ് കിട്ടുന്നത്? ഒരു 80,000 രൂപ മതി ഒരു മാസം? അല്ല, പ്ലസ് നമുക്ക് 80,000 രൂപ പ്ലസ് ഈ ലൈവ് കാണുന്ന ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നല്ല, നമ്മുടെ ലൈവ്, നമ്മുടെ സംസാരം, കാര്യങ്ങൾ അവർക്ക് കോയിൻസ് സെൻഡ് ചെയ്യാൻ പറ്റും, ഗിഫ്റ്റുകൾ അയക്കാൻ പറ്റും. അത് നമുക്ക് റിഡീം ചെയ്യാം. മന്ത് എൻഡിൽ നമുക്ക് റിഡീം ചെയ്യാം. നല്ലൊരു എമൗണ്ട് അതിൽ നിന്ന് കിട്ടും. ഒരു 80 വെച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ആയി, ഒരു 2 lakhs അടുത്ത് എമൗണ്ട് വരും, ഒരു പെർ മന്ത് വരും. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ ടാങ്കോ പോലെയുള്ള ആപ്ലിക്കേഷനിൽ ഇവർ പൈസ ഉണ്ടാക്കുക. നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കാം. നല്ല ഏജൻസി കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇതാണ് ടാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ കുറേ പേര് ഈ വീഡിയോയുടെ താഴത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർ പിന്നെ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾ കുടുംബത്തിൽ പറഞ്ഞ കഥയൊന്നും പറയണ്ട കേട്ടോ. കാരണം 2 മാസം അതിൽ വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് അതിൽ പിന്നെ മലയാളികളായിട്ട് നടക്കാൻ പറ്റുന്നില്ല. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള മലയാളികളുണ്ടല്ലോ, ഇവരൊക്കെ ടാങ്കോയിലാണ്. എല്ലാവരും അല്ല, ടാങ്കോ യൂസ് ചെയ്യുന്നവർക്ക് മാത്രം കൊണ്ടാൽ മതി. പിന്നെ അല്ലാത്തവർ വന്ന് ഛർദ്ദിക്കാൻ നിൽക്കണ്ട. പിന്നെ അപ്പം ഏകദേശം, കാരണം ഐ നോ ഞാൻ 2 മാസം നമുക്ക് ഇവർ വരും, മലയാളികൾ വന്നിട്ട് ചോദിക്കും പ്രൈവറ്റ് ഷോ ഉണ്ടോ. അപ്പം ഞാൻ ആദ്യമേ ക്യാപ്ഷനിൽ കൊടുക്കും കേട്ടോ, എൻ്റെ ലൈവിൻ്റെ മുകളിൽ ഞാൻ കൊടുക്കും, ഐ എം നോട്ട് ഹിയർ ഫോർ എനി കൈൻഡ് ഓഫ് പ്രൈവറ്റ് ഷോ എന്ന് ഞാൻ കൊടുക്കും. നമുക്കറിയാം ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച്. എന്നാലും ഹിന്ദിക്കാരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നമ്മളില്ലാന്ന് പറഞ്ഞാൽ അവർ പോവും. ഓക്കെ, അല്ല നോർമൽ ചാറ്റിന് ഇരിക്കുന്നവർ നമ്മളോട് സംസാരിക്കും. ഒന്നും നോർമലായിട്ട് 1 hour എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്താ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇത്. അതിൽ കൂടിയാണ് ഈ പറയുന്ന നോറ മുസ്കാൻ എന്ന് പറഞ്ഞ ആൾക്കാരും അല്ലെങ്കിൽ കുറേ പേര് അതിനകത്ത് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് സമയത്താണെങ്കിലും ഇവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, ആ ഒരു ആപ്ലിക്കേഷൻ കാരണമാണ് ഇവരുടെ ഡിവോഴ്സിലേക്ക് എത്താനുണ്ടായിരുന്നതെന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന SG എന്നാണ് ചേട്ടൻ്റെ പേര്, അവരവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. മുസ്കാൻ കള്ളത്തരമാണ് പറഞ്ഞത്, അതിപ്പോഴും അവർ സഫർ ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മുസ്കാൻ ഈ ഒരു ഹ്യൂജ് എമൗണ്ട് കൊണ്ടൊരു വീടെടുത്തു, ആ വീട്ടിലേക്ക് മുസ്കാൻ്റെ വാപ്പ ഇതുവരെ പോയിട്ടില്ല, എന്തുകൊണ്ടാണെന്ന്. വൈ? ബിക്കോസ് മുസ്കാൻ അതിൽ പറയുന്നുണ്ട് ആളൊരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ നിന്നാണ് ബിലോങ് ചെയ്യുന്നത്.
സോ ഫാദറിന് ഈ പറയുന്ന സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ ഉണ്ടാക്കിയ പൈസ ഹലാലല്ല എന്നുള്ളൊരു ചിന്ത കൊണ്ട് വാപ്പ വരാറില്ല. അതുണ്ടാവാം, അത് ഓൾറെഡി പറഞ്ഞു വെച്ചു, ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നാണ് ബിലോങ് ചെയ്യുന്നത്. സോ ഇവർക്ക് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിയർപ്പൊഴുക്കി അധ്വാനിക്കാത്ത പണം നല്ലതല്ല എന്നുള്ള ആ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് ആ വീട്ടിലേക്ക് പോകാത്തത്. ഇങ്ങനെ ആരും ദയവ് ചെയ്തിട്ട് ആരും ആ കുട്ടീനെ മോശം വിചാരിക്കേണ്ട, ഈ ഒരു കാര്യത്തിൽ മോശം വിചാരിക്കേണ്ട. കാരണം ടാങ്കോയിൽ ഒരു മലയാളി ഇൻഫ്ലുവൻസേഴ്സും ഇതുപോലെയുള്ള ഷോസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദെൻ അത് കഴിഞ്ഞ് ആ ചേട്ടൻ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ തന്നെ ചെയ്യാത്ത എന്താണെന്നറിയോ, നിങ്ങൾക്ക് എപ്പോഴും അറിയാം, ഞാൻ 2 വശം എപ്പോഴും ചിന്തിക്കും. കാരണം ഇതിപ്പോൾ ഒരു വശമാണ്, ഇപ്പം SJ ബ്രോ എന്ന് പറഞ്ഞ ബ്രോന്റെ വശമാണ്. ഇതിൽ നോറേൻ്റെ ഒരു വശമുണ്ട്, അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ആള് ബിഗ് ബോസിനകത്താണ്, അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ബട്ട് ഈ പറയുന്ന പെട്രാക്സ് അതുപോലെ തന്നെ ഡൂഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോന്റെ ലിങ്ക് താഴത്ത് കൊടുക്കാം. എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഓക്കെ. അതിനകത്ത് ഈ പറയുന്ന നോറേൻ്റെ ഉമ്മ സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ട്. അതിൽ ഉമ്മ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടീനെ ഐ ഗെസ് നോറ ആൻഡ് SJ വാസ് ഇൻ എ റിലേഷൻഷിപ്പ്. ഞാൻ ഒരു ഫ്രണ്ടിനോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ദേ വെർ ഇൻ എ റിലേഷൻഷിപ്പ്, ദെൻ ബാക്ക് ആണ് അവർ, ലേറ്റർ ആണ് അവർ മാരേജിലേക്ക് എത്തുന്നത്. അപ്പം ഈ പറയുന്ന SJ ആണ് ഈ കുട്ടീനോട് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് എന്നും ആ ആപ്ലിക്കേഷനിൽ നീ ജോയിൻ ആവണമെന്നും ലൈവ് ഇടണമെന്നും അതിനൊക്കെ സ്ക്രീൻ റെക്കോർഡ് പെട്രാക്സ് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഞാൻ താഴെ കൊടുക്കുന്ന ലിങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈവ് എന്തുകൊണ്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ഫോട്ടോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം, അതെങ്ങനെയാണ് റീച്ച് ആവുക, അക്കൗണ്ട് എങ്ങനെ റീച്ച് ആവുക എന്നൊക്കെ ഈ പറയുന്ന നോറേനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഈ SJ എന്ന് പറയുന്ന ബ്രോയാണ്. ഓക്കെ. അപ്പം ആളിനെ, കാരണം ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് ബിലോങ് ചെയ്യുന്ന ഒരാളെ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഇതിലേക്ക് എത്തിക്കുന്നത് ഈ പറയുന്ന SJ എന്ന് പറഞ്ഞ ആളാണ് എന്നുള്ളതിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ പെട്രാക്സ് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ കുട്ടീൻ്റെ ഉമ്മ പറയുന്നുണ്ട് ഡിവോഴ്സിലേക്ക് എത്താനുള്ള കാരണം സോഷ്യൽ മീഡിയ ആണെന്നുള്ളത്. അത് ആ നോറേൻ്റെ ഉമ്മയും സമ്മതിക്കുന്നു. പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി വഴക്കാവുന്നു. ഈ നോറേൻ്റെ എക്സ് ഹസ്ബൻഡ് SJ പണിക്കൊന്നും പോവില്ലായിരുന്നു, PUBG കളിച്ച് വീട്ടിലിരിക്കില്ലായിരുന്നു. ഇവർക്ക് വരുന്ന പ്രൊമോഷൻ്റെ ഈ പറഞ്ഞ ടാങ്കോന്ന് വരുന്ന പൈസ വെച്ചിട്ടാണ് ആൾ ജീവിച്ചുകൊണ്ടിരുന്നത്. നോട്ട് ബിഗ് ഡീൽ. എന്താ പ്രശ്നം? ഭർത്താവ് പണിക്ക് പോകാത്ത ഭാര്യമാർ വീട്ടിലിരുന്ന് ചെലവാക്കുന്നില്ലേ? നമ്മളിപ്പം വളരെ ഈക്വാലിറ്റി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ആള് വീട്ടിൽ PUBG കളിച്ചിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നോറ ഉണ്ടാക്കിയ പൈസയിൽ അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഹി നോസ്, ആളാണ് നോറേനെ അങ്ങനെ ഒരു ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോയത് എന്നുണ്ടെങ്കിൽ അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അത് വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഈക്വാലിറ്റി ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ആണുങ്ങൾ പണിക്ക് പോയാലേ പറ്റുള്ളൂ എന്നില്ല. 2 പേരും പണിക്ക് പോയാൽ അത്രയും നല്ലത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വെറുതെ PUBGയും കളിച്ചു ചൊറിയും കുത്തിരിക്കുന്നതൊന്നും ശരിയല്ല. ഓക്കെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാം കേട്ടോ, വീട്ടിലെ പണിയെങ്കിലും. കാരണം ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്ന ഭാര്യമാർ വീട്ടിലെ പണിയെങ്കിലും എടുക്കുന്നുണ്ട്, വെറുതെ ഇരിക്കുന്നില്ല. അങ്ങനെയെങ്കിലും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ വോട്ടെവർ. അല്ലെങ്കിൽ ഭാര്യ പണിക്ക് പോയിട്ട് ഭർത്താവ് വീട്ടിലെ കാര്യങ്ങളൊന്നും അത് വലിയ വൃത്തികെട്ട കാര്യമാണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എഗെയിൻ ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് 2ആൾക്കും പണിയുണ്ടെങ്കിൽ ബെറ്റർ. ഓക്കെ. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് മുസ്കാനെ അടിക്കുമായിരുന്നു, ഈ പറയുന്ന SJ അടിക്കുമായിരുന്നു. മുസ്കാന്റെ സിസ്റ്റർ ഹാർട്ട് പേഷ്യൻ്റ് ആണ്. അപ്പം എന്തോ ഒരു ഇഷ്യൂ എന്ന സമയത്ത് ഈ പറയുന്ന SJ ആ കുട്ടീനെ തള്ളിയപ്പം ഡോറിൽ പോയി അങ്ങനെ ഓൾ ദാറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ വന്നിട്ട് പറയുന്നുള്ളത് ലേറ്റർ ഓൺ ഈ പറയുന്ന ടാങ്കോയിലുള്ള പ്രൈസ് അതുപോലെ തന്നെ കൊളാബറേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് മുസ്കാൻ ഡിനേഡ്. എന്താ വെച്ചാൽ എനിക്ക് ഇനി പൈസ തരാൻ പറ്റില്ല, നിങ്ങൾ പണിക്ക് പോകണം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അതിന് കിട്ടില്ല എന്നായപ്പോൾ ഈ പറയുന്ന SJ ഗോട്ട് ആംഗ്രി. അപ്പം അതിന്റെ പേരിലാണ് ഇവർ അടിയാവുന്നത്. അല്ലെങ്കിൽ മുസ്കാന് വരുന്ന കോളുകൾ, കൊളാബറേഷൻ ത്രൂ വരുന്ന കോളുകൾ ആണുങ്ങളാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് SJക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ഫ്രണ്ട്സിനോട് പോലും മിണ്ടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ മുസ്കാന്റെ ഉമ്മ പറഞ്ഞു വെക്കുന്നുണ്ട്. ആൻഡ് ഇത് സത്യമാണെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ നെക്സ്റ്റ് പറയുന്നത്. ഈ പറയുന്ന SJ എന്ന് പറയുന്ന ആളും ഒരു ഇൻഫ്ലുവൻസർ ആണ്. ആൾക്ക് ഇൻസ്റ്റാഗ്രാം എന്താണെന്ന് അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഇതിങ്ങനെയാണെങ്കിൽ ഇത് ശരിയല്ല. കാരണം ആൾക്കും അറിയാം കൊളാബറേഷൻ എപ്പോഴും സ്ത്രീകൾ തന്നെ വിളിക്കണമെന്നൊന്നുമില്ല. അത് ഡിപ്പെൻസ്. അത് ആരാണ് അവരെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് അവരാണ് വിളിക്കുക. അല്ലെങ്കിൽ അത് എന്തിനാണ് വിളിക്കുന്നത് എന്നുള്ളതൊക്കെ ഈ പറയുന്ന ആൾക്ക് അറിയാം. കാരണം ആളും ഒരു ഇൻഫ്ലുവൻസർ ആണ്, ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം. എനിക്കറിയില്ല അത് എന്തിനാണ് അങ്ങനെ എന്നുള്ളത്. പിന്നെ ഇതാണ് നോറേൻ്റെ ഉമ്മേൻ്റെ വശം, അതാണ് നോറേൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ വശം. ഇനി
ഇനി നോറ എത്ര ദിവസമാണോ അവിടെ ഉള്ളത്, അതിനുശേഷം അത് നോറേന്റെ ഒരു എന്തായാലും ഇന്റർവ്യൂ ഉണ്ടാവുമല്ലോ, അതിൻ്റെ അകത്ത് വേറൊരു വശം വരും. അപ്പൊ നമുക്ക് സംസാരിക്കാം. ഇത്രയൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളടുത്ത് പറയാം. ഇത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കേൾക്കാത്തവരുണ്ടെങ്കിലാണ് ഞാൻ ഇത് പറയുന്നത്. എൻ്റെ ഒരു വശം ഞാൻ പറയാം. ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു രണ്ടാളെ ഭാഗത്തും തെറ്റുണ്ട്. എനിക്ക് തോന്നുന്നത്, ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, രണ്ടാളെ ഭാഗത്തും തെറ്റുണ്ട്. ചിലപ്പോൾ മേ ബി ഒരു ഹ്യൂജ് എമൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പണം പദവിയൊക്കെ ആൾക്കാരെ മാറ്റും, അതില്ലാന്ന് ആരും പറയേണ്ട, മാറ്റും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് കാര്യങ്ങൾ ഇവരുടെ ഇടയിൽ ഉണ്ടായതായിരിക്കാം, അണ്ടർസ്റ്റാൻഡിങ് കുറഞ്ഞതായിരിക്കാം, വാട്ട് എവർ. ഞാൻ നിങ്ങളോടൊരു കാണുന്ന ആൾക്കാരുടെ ഒരു കാര്യം പറയാം. ഏതൊരാളും സ്വന്തം കുറ്റം പറയില്ല, അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ കുറ്റം പറയില്ല. എല്ലാം ഒരു നമ്മൾ ഇപ്പം ഈ പറയുന്ന SG ആണെങ്കിലും നൂറേന്റെ ഉമ്മയാണെങ്കിലും നോറയാണെങ്കിലും ഒരു 30% മാത്രമേ നമ്മളടുത്ത് പറയുള്ളൂ, സോഷ്യൽ മീഡിയയിലായാലും വന്നിട്ട് പറയുള്ളൂ. ബാക്കി 70% അവിടെ നിൽക്കുന്നുണ്ട്, അത് ആർക്കും അറിയില്ല. സോ നമുക്ക് ഇതിലൊരു അഭിപ്രായം പറയാൻ പറ്റില്ല, ആരുടെ ഭാഗത്തും നിൽക്കാൻ പറ്റില്ല. ആരുടെ ഭാഗത്താണ് ശരിയെന്നോ ആരുടെ ഭാഗത്താണ് തെറ്റ്. കാരണം അത് ഇവർ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, അത് മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണ്. നമ്മളെല്ലാം അങ്ങോട്ട് തുപ്പില്ല. ഓക്കെ, നമ്മൾ ഒളിപ്പിക്കേണ്ടതും നമ്മൾ പറയേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമേ പറയുള്ളൂ. സോ ഇതിലിനി നോറേന്റെയും കൂടി ഒരു എക്സ്പ്ലനേഷൻ എന്തായാലും വരുമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം, അത് കഴിഞ്ഞ് വിടും. ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലനേഷന്റെ കാര്യങ്ങളാവും. ബട്ട് ഞാനൊരു കാര്യം പറയാം, അത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് അവിടെ വിടുക. ഓക്കെ, നോറ ഒരിക്കലും നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇന്ന ആളാണെന്നൊന്നും എനിക്കും അറിയില്ലായിരുന്നു സീരിയസ്ലി, ഇങ്ങനെ ഒരു ആളുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വാട്ട് എവർ, ഇനി ഇത് വലിയൊരു ഇഷ്യൂലേക്ക് പോകാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നമുക്ക് നോക്കാം. സ്റ്റിൽ കാണികളോടാണ്, നിങ്ങൾ രണ്ട് സൈഡിലും നിൽക്കണ്ട. ആരുടെ ഭാഗത്താണ് ന്യായം നമുക്കറിയില്ല. ബിക്കോസ് ഞാൻ ഈ ഒരു കാര്യം കൊണ്ടാണ്, ആരും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ധാരണയും വേണ്ട. നിങ്ങൾ കാണുന്നതൊക്കെ മിന്നുന്നതെല്ലാം പൊന്നാണെന്നുള്ള വിചാരം നിങ്ങൾക്ക് വേണ്ട. ഏതൊരാളും സോഷ്യൽ മീഡിയയിലാവട്ടെ ഇന്റർവ്യൂവിലാവട്ടെ വന്നിട്ട് അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ഒളിപ്പിക്കേണ്ടതൊക്കെ ഒളിപ്പിച്ചിട്ട് ഏതൊരാളും, ഈവൻ മീ ഓൾസോ, ഒളിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചിട്ട് ബാക്കി പറയേണ്ടത് മാത്രമേ പറയുള്ളൂ. മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അല്ല ഉണ്ടാവും.